അങ്ങനെ ഒരു ദിവസം ഞാൻ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് മദീനയിൽ ഒരാൾ മരണപ്പെട്ട വിവരം കിട്ടുകയാണ്. എന്തിനാണ് എനിക്ക് മരണം സന്തോഷമാണ്, മദീനയിൽ മരിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന്റെ കഥ എന്താണ്? മരണപ്പെട്ട വ്യക്തിയെ കബറടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കഫൻ തുണിയുണ്ടല്ലോ, പുതുവസ്ത്രം, കബറിൽ കൊണ്ടുപോയി വെച്ച് ആളുകളൊക്കെ പിരിഞ്ഞു പോകണമെന്ന് രാത്രിയായാൽ ഞാൻ മമ്പട്ടി എടുത്തുകൊണ്ട്, കക്കോട്ടെടുത്തുകൊണ്ട്, തൂമ്പയെടുത്തുകൊണ്ട് ആ കബറിന്റെ അടുത്തേക്ക് ഒറ്റയ്ക്ക് കടന്നു ചെല്ലുകയാണ്. ആ കബറങ്ങ് കളച്ച് പൊളിച്ചിട്ട് അതിന്റെ അകത്ത് കിടക്കുന്ന മയ്യത്തിന്റെ കഫൻ തുണി കബറിൽ നിന്ന് മാന്തി എടുക്കും നബിയേ. അത് കഴുകി ശുദ്ധിയാക്കി അങ്ങാടിയിൽ കൊണ്ടുപോയി വെച്ചിട്ടാണ് ഞാൻ ഉപജീവന മാർഗം നടത്തുന്നതെന്ന് പറഞ്ഞപ്പോഴേക്കും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീരശൂര പരാക്രമശാലിയാണ്. അവിടെ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അവന്റെ കഴുത്ത് വെട്ടണം നബിയേ. മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ കഫൻ തുണി മാന്തിക്കൊണ്ടുപോകുന്നവൻ അവന്റെ പാപം പൊറുക്കൂല. ഉമർ ഇബ്നുൽ ഖത്താബിനോട് റസൂലുള്ളാഹി പറഞ്ഞു, ഇരിക്കവിടെ. ഉമർ റളിയല്ലാഹു അൻഹു ഇരുന്നു. ഈ മനുഷ്യൻ പറയുകയാണ്, നബിയേ, ഇതൊന്നുമല്ല ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താണെന്നറിയോ? ഞാൻ മദീനയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു വാർത്ത കേൾക്കുകയാണ്. ആ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകള് മരണപ്പെട്ട വിവരം ലഭിക്കുകയാണ്. എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായി. കോടീശ്വരന്റെ മകളെ കബറടക്കുമ്പോ നല്ല ഉടയാടകളും അതുപോലെ ആഭരണങ്ങളും ഉണ്ടാവാം, നല്ല വസ്ത്രങ്ങളുണ്ടാകാം, വിലമതിക്കപ്പെടാത്ത വസ്ത്രങ്ങളുണ്ടാവാം. അതുകൊണ്ട് ഈ വിറ്റ കുറച്ചു കാലം സുഖമായി ജീവിക്കാമല്ലോ. ഞാൻ ആ പറഞ്ഞ പോലെ മയ്യത്ത് കബറടക്കപ്പെട്ട സ്ഥലത്ത് രാത്രിയെത്തി എന്റെ കയ്യിലുള്ള തൂമ്പ കൊണ്ട്, കൈക്കോട്ട് കൊണ്ട് കബറ് തുറക്കുകയാണ്. മോടുകളിൽ തുറന്നു വെക്കുകയാണ്. ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ ഇങ്ങനെ അഴിച്ചടിച്ചടിച്ചെടുക്കുകയാണ്. അവസാനം ഞാൻ എന്റെ കയ്യിലുള്ള ലൈറ്റ് കൊണ്ട് കബറിലേക്ക് അടിച്ചു നോക്കുമ്പോ എന്റെ മുമ്പിൽ പൂർണ്ണനഗ്നയായി കിടക്കുന്ന ഒരു പെണ്ണ്, എല്ലാ സൗന്ദര്യത്തോടെയോ കിടക്കുന്ന ഒരു പെണ്ണ് എന്റെ മുമ്പിൽ കാണുകയാണ്. പെട്ടെന്ന് എന്റെ തലയിൽ ആരോ പറയുകയാണ്, ഓരോ മനുഷ്യ, നിന്റെ ജീവിതത്തിൽ ഇത്രയും നല്ല സുന്ദരിയായ ഒരു പെണ്ണിന് ജീവിതത്തിൽ കാണാൻ പറ്റിയിട്ടുണ്ടോ? അതുകൊണ്ട് നിന്റെ വികാരം ഈ മയ്യത്തിൽ ലയിപ്പിക്കണോ? നബിതങ്ങളോ, ഞാൻ ആ കബറിൽ കിടക്കുന്ന പെണ്ണിന്റെ ഡെഡ് ബോഡി എടുത്ത് പുറത്തു വെച്ചിട്ട് ചത്ത് കിടക്കുന്ന, മരിച്ചു കിടക്കുന്ന പെണ്ണിനെ ഞാൻ പുറത്തു കൊണ്ടുവന്ന് മാനഭംഗപ്പെടുത്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. അപ്പോഴാണ് ആ മയ്യത്ത് പറയാണ്, എടാ ദുഷ്ട, പടച്ചറബിന്റെ കോടതിയിലേക്ക് എന്നൊരു വ്യഭിചാരിണിയായി പറഞ്ഞയക്കാനാണടാ നീ തയ്യാറായതോ എന്ന് മയ്യത്ത് വിളിച്ചു പറഞ്ഞു. നബിയേ, ഈ ശബ്ദം കേട്ടപ്പോ ആ മയ്യത്തിനടുത്ത് ഖബറിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അത് മണ്ണിട്ട് മൂടിയിട്ട് ഞാൻ അവിടുത്തെ ഹദറത്തിലേക്ക് ഓടി വന്നതാണ്. ഈ പാപന്നവർക്ക് നബിയേ. ഇബ്നുൽ ഖത്താബ് ദേഷ്യം വരികയാണ്, വാളിങ്ങ് ഊരിയെടുക്കുകയാണ്, കൊല്ലാൻ വേണ്ടി മുതിരുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പൊറുക്കും മോനെ, ഉത്ലുബ് മതാബൻ ബിന്നദാമതി മുഖലിആ വബിഅദ്മി തർക്കിൽ ദംബി ഫീമാ ഇസ്തഖ്ബലാ. കഴിഞ്ഞുപോയ പാപങ്ങളെ പറ്റി അല്ലാഹുവിനോട് ഖേദിക്കുകയോ ഇനി ഒരു പാപം കൊല്ല മടങ്ങുകയില്ലെന്ന് ഹൃദയത്തിന്റെ ഉള്ളെന്ന് പാശ്ചാത്തപിക്കുകയും ചെയ്തവൻ എത്ര തമ്മാടിയായാലും, ഏത് കള്ളനായാലും, കൊല്ലക്കാരനായാലും, ഏത് വ്യഭിചാരിയായാലും, വ്യഭിചാരിണിയായാലും അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ ആ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ വ്യക്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, വഅന്നക റസൂലുള്ളാഹ് وأنك حبيب الله وأنك شفيع الله. നമ്മൾ ഇത്രയും ക്രൂരത ചെയ്തവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. ചിലപ്പോൾ വ്യഭിചരിച്ചവരുണ്ടാവാം, കള്ളുകുടിച്ചവരുണ്ടാകാം, നുണ പറഞ്ഞവരുണ്ടാകാം, പലിശ വാങ്ങിയവരുണ്ടാവാം, ചത്ത് കിടക്കുന്ന മയ്യത്തിന് വ്യഭിചരിച്ചവര് നമ്മുടെ കൂട്ടത്തിലുണ്ടാവാൻ സാധ്യത വളരെ 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 കുറവാണ്. അല്ലാഹു മാപ്പ് തരുന്നവനാണ്, ഗഫൂറുർ റഹീമാണ്. നമുക്ക് കൂട്ടമായി പ്രാർത്ഥിക്കാം, അല്ലാഹുവിനോട് തുറന്നു പറയാം, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ളത് തുറന്നു പറയാം, ഏറ്റു പറയാം.
യദുല്ലാഹി അലൽ ജമാഅ, സംഘടനയുടെ പ്രാർത്ഥന, ഒരുമിച്ച് നിന്നുള്ള പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും മക്കളെ. അല്ലാഹുവിന്റെ ഹദറത്തിലേക്ക്, റസൂലുള്ളാഹിന്റെ മജ്ലിസിലേക്ക് സ്വലാത്തു താജ് ചൊല്ലി ദുആ ചെയ്യാൻ ഒരു തൗബയോടെ പരിപാടി നിർത്താൻ സദസ്സിലുള്ള മുഴുവൻ ആളുകളും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്ന് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ആവശ്യപ്പെടുകയാണ്. സ്ത്രീകൾ ഇരുന്നോളണം, പുരുഷന്മാരെ മാത്രം ഒന്ന് എഴുന്നേൽക്കണം. സദസ്സിന്റെ മുൻഭാഗത്തേക്ക് ഒന്ന് കയറി വരണം. ഇടതടവില്ലാതെ ഗ്യാപ്പില്ലാതെ നിൽക്കണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ബർക്കത്ത് കൊണ്ട് അനുഗ്രഹിക്കട്ടെ. ദുആക്ക് ഇജാബത്ത് തരട്ടെ. ആഖിബത്ത് നന്നായി മരിക്കാനും മരിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹിനെ സ്വപ്നം കാണാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയ മുതഅല്ലിമീങ്ങളുടെ, ആലിമീങ്ങളുടെ, സാദാത്യങ്ങളുടെ, ഉലമാക്കളുടെ, മഹാന്മാരുടെ, മഹത്തുക്കളുടെ, മഹദികളുടെ ബർക്കത്ത് കൊണ്ട്, റമദാനിന്റെ ബർക്കത്ത് കൊണ്ട്, സ്വലാത്തു താജിന്റെ ബർക്കത്ത് കൊണ്ട്, സദഖയുടെ ബർക്കത്ത് കൊണ്ട്, ദാനധർമ്മത്തിന്റെ ബർക്കത്ത് കൊണ്ട്, റമദാനിന്റെ ബർക്കത്ത് കൊണ്ട്, നോമ്പിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ.